ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം ശ്രമിച്ചതിന് തെളിവാണ് ചപ്പാരപ്പടവിലെ സംഭവമെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. സമയപരിധി കഴിഞ്ഞിട്ടും പത്രിക സ്വീകരിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പ് സമന്വയത്തിന്റെ പാതയിലാണ് നടക്കാറുള്ളത്. ചപ്പാരപ്പടവിൽ മാത്രം അത് മാറുകയാണ്. മലപ്പട്ടത്തും സ്ഥിതി വിഭിന്നമല്ല. സമയപരിധി കഴിഞ്ഞിട്ടും പത്രിക സ്വീകരിച്ചത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്റെ വിവേചനാധികാരമാണ് എന്ന് പറയുകയാണ് ഉണ്ടായത്. സിപിഎം ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അതേപടി നടപ്പിലാക്കി ജനാധിപത്യ സംവിധാനം അട്ടിമറിച്ച റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർ കാണിച്ചിരിക്കുന്നത് CPM ഓഫീസിൽ നിന്ന് പറഞ്ഞ പണിയാണ് അവരെടുത്തിരിക്കുന്നത്. ഇത് കള്ളത്തരമാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അധികാരം കിട്ടാതെ പോയപ്പോൾ ചെയ്ത തോന്നിവാസെന്നേ ഇതിനെ പറയാൻ പറ്റുള്ളൂ. അത് റിട്ടേണിംഗ് ഓഫീസർ കൃത്യമായി രാഷ്ട്രീയം കളിച്ചു. ഇത് തന്നെയാണ് മലപ്പട്ടത്ത് നിങ്ങൾ കണ്ടതല്ലേ. നോമിനേഷൻ ഫോമിൽ കൃത്യമായി പറയുന്നു, ഞാനാണ് ഒപ്പിട്ടതെന്ന് സ്ഥാനാർത്ഥി പറയുമ്പോൾ നീ അല്ല ഒപ്പിട്ടതെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നു. ഞങ്ങൾ ഇതെല്ലായിടത്തും ചെയ്യുന്നത് ഈ പണിയാണ്. അത് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമീപനം ആണ് അവർ സ്വീകരിക്കുന്നത്. അത് ചപ്പാരപ്പടവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അവർ സ്വീകരിച്ചിരിക്കും. റിട്ടേണിംഗ് ഓഫീസർ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ പരാതി കൊടുത്തത്. ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഓതറ, ചപ്പാരപ്പടവ് തടിക്കടവ് മണ്ഡലം പ്രസിഡന്റുമാരായ ജോസഫ് ജോൺ, ബാലകൃഷ്ണൻ, UDF കൺവീനർ PD ജോൺ, നൌഷാദ് ബ്ലാത്തൂർ എന്നിവരുമായി ഡിസിസി പ്രസിഡന്റ് തളിപ്പറമ്പ് കോൺഗ്രസ് മന്ദിരത്തിൽ വെച്ച് ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.